ഞാനിപ്പോൾ ഈ വീഡിയോമായി വരുന്നത് നമ്മളുടെ രാജ്യത്തിനെ നമ്മൾക്ക് എങ്ങനെ ലോകത്തിലെ ടെക് കമ്പനികൾക്ക്, വലിയ ലോകത്തിലെ ടെക് ഭീമന്മാർക്കൊക്കെ ഫസ്റ്റ് പ്രിഫറബിൾ സ്ഥലമാക്കി മാറ്റാം. ബിക്കോസ് അങ്ങനെ ആക്കി മാറ്റിയല്ലേ അവരിവിടെ വരുള്ളൂ. അവരിവിടെ വന്നാലല്ലേ നമ്മൾക്കിവിടെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലേ റിയൽ ബേസിക് ഫാക്ട്. അപ്പോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഐദർ ഗവൺമെന്റ് സർക്കാരിന്റെ സപ്പോർട്ട് കൂടി സീറോ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. സർക്കാരിന്റെ സപ്പോർട്ട് കൂടി ഇവിടെ ആരും ഒന്നും വെറുതെ കൊടുക്കണ്ട. 1 ലക്ഷം രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടുമ്പോൾ, 100 കോടി റുപ്യ വരുമാനമായിട്ട് കിട്ടുമ്പോൾ 10 കോടി റുപ്യ നമ്മൾ റിബേറ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ അത് ബോധ്യമായാൽ മാത്രം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് കോസ്റ്റ് സീറോയില് ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും. ലോകത്ത് എവിടെയും കിട്ടാത്ത ആ അത്ഭുതം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ടാക്സ് ഫ്രീ എന്നൊക്കെ വേണ്ടി ദുബായൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താ ടാക്സ് ഫ്രീ? ഒരു ടാക്സ് ഫ്രീ അല്ല. ടാക്സ് ഫ്രീ എന്നവർ പറയുന്നുണ്ടെങ്കിലും ആ ടാക്സ് ഫ്രീ നമുക്ക് അവർ 10 റുപ്യ ടാക്സ് ഫ്രീ തരുമ്പോൾ അവിടെ 100 രൂപ അവിടെ ഉണ്ടാക്കേണ്ടവരോട്. റൈറ്റ്? ഏതുപോലെയാണ് പറഞ്ഞാൽ ഇപ്പൊ പുറത്ത് US-ലും എല്ലാവിടെയും എഞ്ചിനീയേഴ്സ് ഒക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ്. എന്താ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കും നമുക്ക് അതിലെന്തോ ശമ്പളം നമ്മളെ അതിന്റെ അർത്ഥം മോശമാണെന്നല്ല, ശമ്പളം മോശമാണെന്നല്ല. ഇപ്പൊ അത് കിട്ടുന്നതുകൊണ്ടും ഫോറിൻ റെമിറ്റൻസ് കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റും ഒക്കെ ഈ ലെവലിൽ നിൽക്കുന്നത്. പക്ഷേ അതിന്റെ 10 ഇരട്ടി ഗ്രോത്ത് അവിടെ കിട്ടുന്നതിനുള്ള സത്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഇതേപോലെ അവിടുത്തെ പ്രൊഡക്ഷൻ, അവിടുത്തെ പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇന്ന് കിട്ടുന്നതിന്റെ 10 ഇരട്ടി ഗ്രോത്ത് നമ്മുടെ നാട്ടിലും കിട്ടും. നമ്മുടെ മക്കൾക്ക് അടുത്ത തലമുറയ്ക്കൊക്കെ ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിന് എന്താണ് വഴി? ഈ എക്കോസിസ്റ്റം ഇന്റർനാഷണൽ കമ്പനികളുടെ അല്ലെങ്കിൽ ഗ്ലോബൽ കമ്പനികളുടെ ജൈൻസിന് ഇവിടെ എത്തിക്കാം. എന്നിട്ട് ഇവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി ഇവിടെ തന്നെ എല്ലാ കമ്പനികളും വരുത്തണം. ഇതല്ലേ ഉള്ളൂ ഇതിനുള്ള വഴി എന്ന് പറയുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്യാവശ്യം പുറത്തു പോയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ല പൈസ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊസൈറ്റികളുടെ, ബാങ്കുകളിലൊക്കെ അതിന് നല്ലൊരു പ്രോഗ്രാമാണ്, നല്ലൊരു മോഡലാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുകയാണ്. നമുക്ക് കുറെ ഡിസ്കസ് ചെയ്ത് നല്ലൊരു മോഡലാണെന്ന് ബോധ്യമാവുകയാണ്. നമുക്ക് ടെക് പാർക്കുകൾ നമുക്ക് ലോക്കലി ഇവിടെ ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ക്ലിയർ? നമ്പർ 2, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ, ബിക്കോസ് എനർജി ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള രാജ്യങ്ങളും എനർജി ഉണ്ടാക്കാൻ കഴിവുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുക. ഉറപ്പാണ്, അതിലൊരു തർക്കവും വേണ്ട. അപ്പൊ നമുക്കിവിടെ എനർജി എങ്ങനെ കിട്ടുക? മറ്റേ ന്യൂക്ലിയർ എനർജി ഉണ്ട്, മറ്റേ സോളാർ എനർജി ഉണ്ട്, ഹൈഡ്രോ പവർ ഉണ്ട്, കോൾ പവർ, അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് എനർജി ഉണ്ടാക്കി. കറണ്ട്, ബിക്കോസ് ഫോസിൽ ഫ്യൂവല് അത് ഗ്രീൻ എനർജി അല്ല എന്നുള്ളൊരു കൺസെപ്റ്റും, കുറച്ച് കോസ്റ്റും കൂടുതലാണ് ഇമ്പോർട്ടും ഒക്കെ എന്നുള്ളത് കൊണ്ട് നമ്മളത് മാറി വരികയാണ്. ഇലക്ട്രിക് വെഹിക്കിളിലേക്കും ഇലക്ട്രിക് എനർജിയിലേക്കും കിടക്കണം. അത് തന്നെയാണ് ശരിയും. അപ്പൊ ഇപ്പോ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഒരു 10 രൂപ അറൗണ്ട് കോസ്റ്റ് റീറ്റെയിലിൽ വരുന്നുണ്ട്. ഒരു 3 രൂപ 4 രൂപ 5 രൂപയ്ക്കാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് പല വഴികളിൽ കൂടെ. ഇതിനെ 10% കൊണ്ടുവരാൻ അടുത്തത് പറ്റണമെങ്കിൽ R&D ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ ഇരുന്നിട്ട് നമ്മുടെ ഈ സോളാർ പാനൽസ് ഇല്ലേ, ഇപ്പോൾ ഈ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി നമ്മൾ കുടിച്ചുകൊണ്ട് സാധനം, ഇതിനൊക്കെ സ്റ്റിക്കർ, നമ്മുടെ വേൾഡ് കുട്ടികൾ നെയിം സ്ലിപ്പ് സ്റ്റിക്കർ ഒട്ടിക്കില്ലേ, അതുപോലെ എവിടെയും ഒട്ടിക്കാൻ പറ്റുന്ന ചുമരിൽ സ്റ്റിക്കറാക്കി മാറ്റാൻ പറ്റുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് അതൊക്കെ ലബോറട്ടറിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്? അതായത് R&Dയിൽ ഇനി അതിനെ കമേഴ്സ്യലൈസ് ചെയ്യുകയേ വേണ്ടൂ. അപ്പൊ അതിന് നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ല സ്കില്ലുള്ള എഞ്ചിനീയേഴ്സ് ഇല്ലേ. ഇപ്പൊ നമ്മൾ ടെക് പാർക്കുകൾ ഇതൊക്കെ നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾ പൈസ എടുത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്കോസിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള R&Dയും ഇതുപോലുള്ള പഠിക്കുന്ന കുട്ടികളും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നാട്ടിൽ വരും. അപ്പോൾ അതിനുള്ള സ്കോപ്പാണ് പറയുന്നത്. ഏറ്റവും കോസ്റ്റ് ഓവറായിട്ട് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഇപ്പോൾ 10 രൂപയ്ക്കാണ് കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ 1 രൂപയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. 1 രൂപയ്ക്ക് കറണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി എന്താവും? ഇതേ ബിൽഡിങ്ങുകൾ പിന്നെ കിട്ടുമ്പോൾ എന്താവും? ഇവിടുത്തെ സ്റ്റീലിന്റെ വില കമ്മിയാവും ഇല്ലേ? എന്താ കാരണം? ഇവിടെ ഇപ്പോൾ സ്റ്റീല് മുഴുവൻ ചൂടാക്കിയിട്ട് ഉണ്ടാക്കണം. ചൂടാക്കണ ഐദർ പെട്രോളിയം അല്ലെങ്കിൽ കറണ്ട് എന്താ വളരെ കോസ്റ്റിയാണ്. അത് 10 രൂപ എന്തായി സ്റ്റീലിന്റെ വില ഇട്ടും താഴ്ത്തിക്ക് വന്നു. ബിക്കോസ് ബാക്കി സ്റ്റീലിന്റെ ഓറ് ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ പ്ലെന്റി ഓഫ് അവൈലബിലിറ്റി ഉള്ളതാണ്. ബിക്കോസ് ഇതെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ R&D പലപ്പോഴും ചെയ്യുന്നത് യൂറോപ്യൻസും US-ഉം ചൈനീസാണ് കൂടുതൽ. ബിക്കോസ് നമുക്കറിയാം പേറ്റന്റുകളൊക്കെ അവരെടുത്താണ് കൂടുതലും. എന്താ? അപ്പൊ അവരത് ചെയ്യുമ്പോൾ അവരുടെ സ്ഥലത്തുള്ള അവൈലബിൾ റോ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓരോ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മുടെ തന്നെ അതില്ലാതെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാൻ പോവുക. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അത് നമ്മുടെ ഇവിടെയുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് വെച്ച് നമ്മുടെ കുട്ടികൾ R&D ചെയ്ത് ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും ചീപ്പായിട്ട് ഇവിടുന്ന് സ്റ്റീൽ അതുണ്ട്. നമുക്കിവിടെ അയൺ ഓറ് കണ്ടമാനം ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ അടുത്തത് എന്താണ്? അപ്പോൾ അതിനെന്ത് വേണം? സോളാർ സെല്ലുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നാനോ ചെറിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെറിയ സെല്ലിന്റെ സ്പേസ് കൊണ്ട് കൂടുതൽ കറണ്ട് ഉണ്ടാക്കുക. അത് ആരുണ്ടാക്കും? നമ്മുടെ കുട്ടികൾ ഈ ടെക് സ്പേസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കും. അതുണ്ടായാൽ സ്വാഭാവികമായിട്ട് ഇരുമ്പിന് വില കുറഞ്ഞു. സ്വാഭാവികമായിട്ട് സിമെന്റ് എന്താണ്? ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ബേസ് എന്ന് പറയുന്നത് സത്യത്തിൽ സിമെന്റാണ്. അതും അതിനെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന കോൺക്രീറ്റ് പറയുന്ന സാധനം. ഇതുകൊണ്ടാണല്ലോ ഇത് മുഴുവൻ ഈ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിന് സ്റ്റീലുണ്ടോ? ചിലത് സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഉണ്ട്. ഇതല്ലേ ഇവിടുത്തെ ആകെ ഫണ്ടമെന്റൽ പ്രൊഡക്റ്റുകളുള്ളൂ.
അപ്പോൾ ആ സിമെന്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് അതിനെന്ത് വേണം? എനർജി വേണം. അപ്പോൾ സിമെന്റ് എന്താവും? ഇതുപോലെ പാറയും മറ്റേ മണ്ണും അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടംപോലെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതായത് ലൈം സ്റ്റോൺ, അതായത് സിമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അത് എന്തുണ്ടാവണം? നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, അതും സിമെന്റും കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ എന്താവും? സിമെന്റും സ്റ്റീലും കോസ്റ്റ് എഫക്റ്റീവ് ആയി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മെഷീനറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് വീണ്ടും ഡൗൺ ആവും. അപ്പോൾ അത് വീണ്ടും റെന്റ് വീണ്ടും ഡൗൺ ആവും. അപ്പോൾ സസ്റ്റൈനബിൾ മോഡലിൽ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്റർനാഷണൽ കമ്പനികൾക്ക് നമ്മുടെ അവിടെ നിൽക്കാൻ അത് പ്രേരിപ്പിക്കപ്പെടും. ശരിയല്ലേ? മനസ്സിലായോ? ബിക്കോസ് കോസ്റ്റ് പെർ സ്ക്വയർ ഫീറ്റ് റെന്റും അല്ലെങ്കിൽ കോസ്റ്റും രണ്ടും കുറയല്ലേ, വളരെ കുറഞ്ഞു വന്നില്ലേ? ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായി വരുമ്പോൾ ഏത് സമയത്തും സസ്റ്റൈനബിൾ ആയിക്കൊണ്ട് നമ്മുടെ അവിടെ MNCകൾ നിൽക്കുമ്പോൾ എന്താവും? ഇവിടെയും ചെറു കമ്പനികൾ നിറയെ ഗ്രോ ചെയ്യും സ്വാഭാവികമായിക്കൊണ്ട്. അപ്പോൾ ഒരു എക്കോസിസ്റ്റം വരും. എല്ലാ സാധനത്തിൻ്റെയും R&D ചെയ്ത് പ്രൊഡക്റ്റുകൾ, നേരത്തെ മൈക്രോ ആയിട്ടുള്ള സോളാർ സെല്ലുകൾ, ഇനി വരേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ടെക് മുഴുവൻ, മെഡിക്കൽ ടെക്, ഇലക്ട്രിക് ടെക്, ഇലക്ട്രോണിക് ടെക്, ചുരുക്കി പറഞ്ഞ സെമി കണ്ടക്ടേഴ്സ്, ചിപ്പ്. നമുക്കറിയാം ഒരു ലിഫ്റ്റ് ഓപ്പൺ ആവണത് മുതൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവണത് മുതൽ ഓരോ ദിവസം യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോണിൽ രാവിലെ എണിച്ചാൽ നമ്മൾ വെക്കുന്ന ഫിംഗർ പ്രിന്റ് മുതൽ നമ്മുടെ ഫേസ് ഡിറ്റക്ടർ ക്യാമറ മുതൽ എല്ലാ സാധനങ്ങളും ചിപ്പ് മാനുഫാക്ചറിംഗിൽ കൂടെ, ചിപ്പ് ഡിസൈനിൽ കൂടെയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇതിനൊക്കെയുള്ള എഞ്ചിനീയേഴ്സ് വേൾഡ് വൈഡ് എടുത്താൽ തന്നെ 20% ഇന്ത്യൻസ് ആണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ വലിയ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് പല പേറ്റന്റുകളും നമ്മുടെ പേരിലല്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ കോർ റിസർച്ചിൽ എപ്പോഴും US-ഉം ഇസ്രായേലും അതുപോലുള്ള ആളുകൾ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് റീബിൽഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള പേറ്റന്റുകളൊക്കെ എടുക്കാൻ, ബിക്കോസ് അവർ കുറേയും കൂടി നമ്മുടെ മുമ്പ് തുടങ്ങിയാണ് ഈ കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൂത്ത്, തീർച്ചയായിട്ടും വി ആർ ഓൺ ദ റൈറ്റ് വേ. ആ വേയിൽ കൂടെ കുറച്ചും കൂടി സ്പീഡിൽ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മളെ എത്തിച്ച ആളുകൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇനി നമുക്കാണ് സ്പീഡിൽ പോവുക. അപ്പോൾ ടെക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, നമ്മളിവിടെ ടെക് പാർക്കുകൾ, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള റിസർച്ചുകളെ കൊണ്ടുവരിക, സ്പീഡിൽ മുന്നോട്ട് പോവുക. ഏത് ഡെവലപ്മെന്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എനർജി എന്നുള്ള സാധനം ആദ്യത്തെ ടെക് പാർക്കുകളൊക്കെ ഉണ്ടാക്കി പണി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഉള്ളവർ വെച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുക. അത് കഴിയുമ്പോൾ എനർജി എഫിഷ്യൻസി നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമായി മാറിയാൽ, ഈ പാനൽസ്, സോളാർ പാനൽസ്, ഇതൊക്കെ അങ്ങനെ ആ സ്റ്റിക്കേഴ്സ്, ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിട്ട് നമുക്ക് ഇതെല്ലാം കിട്ടാൻ തുടങ്ങില്ലേ. പിന്നെ എന്ത് നോക്കാനാണുള്ളത്? പിന്നെ വി വിൽ ബി റൂളിങ് നമ്മുടെ ഈ രാജ്യത്തിന് നമ്മൾ റൂൾ ചെയ്യാൻ തുടങ്ങും. രാജ്യത്തിന്, ലോകത്തിന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫൈൻഡിങ്സ്, നമ്മുടെ പേറ്റൻസ് ആയിരിക്കും എല്ലാ പാർട്ടിലും ഉണ്ടാവുക. അതിലേക്ക് എത്തും വലിയ സമയം വേണ്ട. ഞാനിപ്പോൾ പറയുമ്പോൾ അതിശയോക്തിയായിട്ട് കുറച്ചാളുകൾക്കെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആരുടെടുത്തും അതിശയോക്തി പറഞ്ഞ് ഒരു ബബിൾ ഉണ്ടാക്കാനൊന്നും, ആ ബബിൾ കണ്ടുകൊണ്ട് അതിന് പൈസ ചിലവാക്കി അടുത്ത തലമുറ നേരാകുമ്പോൾ നിങ്ങൾ കാശ് ചിലവാക്കി പോകണം, അങ്ങനെ ഒരു ട്രിബിളിലേക്ക് പോകുന്ന സാധനമേ അല്ല അത്. നമ്മുടെ ഇവിടുത്തെ സ്കോപ്പ്, നമ്മുടെ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റികൾ, ഓരോ മൈക്രോ മൊമെന്റുകളിലുമുള്ള ഓപ്പർച്യൂണിറ്റികൾ കാണുന്നത് സൂചിപ്പിക്കുന്നത് മാത്രം. ഈ ചാനൽ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യം അടുത്ത ലോകത്തിന്റെ ടെക് ഹബ്ബാക്കി മാറ്റാൻ അണ്ണാരെ കണ്ട് തന്നാലെ ആ രീതിയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ഈ ചാനലിൽ ഉണ്ടാവുക. ബിസിനസ് ഐഡിയകൾ, ചെറിയ ബിസിനസ് മോഡലുകൾ, അത് ചിലപ്പോൾ എന്താ പറയുക, അപ്പം ഉണ്ടാക്കുന്ന ആവാം. അതും എങ്ങനെ ഇതിൻ്റെ അകത്ത് വലിയൊരു സ്ഥാപനം, വലിയൊരു IT എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ, ടെക് ഹബ്ബ് ഉണ്ടാക്കണേ, അതിൻ്റെ പാർട്ട് തന്നെയാണ് അപ്പവും കഴിക്കണ്ടേ. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആളുകൾക്കും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സസ് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ലൈനിലുള്ള ഐഡിയകളും ടോക്കുകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലായിരിക്കും. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഒപ്പം ഉണ്ടാവുക. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറൌണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.